ഹലോ. പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത്തപ്പഴം എടുത്തപ്പോഴാണ് എങ്കിൽ പിന്നെ പഴവും തേങ്ങയും ഒക്കെ കൊണ്ടിട്ടുള്ളൊരു സമൂസ ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ഐഡിയ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഏത്തപ്പഴം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ഏത്തപ്പഴം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യിലേക്ക് നമുക്കതൊന്നിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 1-2 മിനിറ്റൊക്കെ ചെയ്താൽ മതി. അപ്പോഴത്തേക്കും ഇതേപോലൊരു കളറിൽ അത്യാവശ്യം റോസ്റ്റായി കിട്ടും. അപ്പോൾ ഈ പഴം വാട്ടി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തന്നെ ഒരു 1/4 കപ്പോളം തേങ്ങ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒരു അതിൻ്റെ ഒരു നനവ് മാറുന്നത് രീതിയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് ഒരു 1-2 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ 1 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ കുറച്ച് ബദാം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിന് പകരം വേറെ ഏതെങ്കിലും നട്ട്സ് എടുത്താലും കുഴപ്പമില്ല. എന്താണെങ്കിലും നട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അതേപോലെ അതിലേക്ക് കുറച്ച് ജീരകം, ഏലക്ക ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുള്ളൂ. പഞ്ചസാര ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1-2 മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ സമൂസയ്ക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സമൂസ ഷീറ്റും അതുപോലെ തന്നെ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ എടുത്തിട്ട് അതിലേക്ക് അല്പം വെള്ളം ചേർത്തിട്ട് ഒരു തിക്ക് പേസ്റ്റ് ആക്കുന്നുണ്ട്. ഞാനിവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള സമൂസ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സമൂസ ഫ്രൈ ചെയ്യുന്നത് ഇന്ന് എയർ ഫ്രയറിലാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് എയർ ഫ്രയറിൽ സമൂസ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് വെക്കുന്നതിന് മുന്നായിട്ട് ഓയിലൊന്ന് ജസ്റ്റ് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഞാനിവിടെ ഒരു 160 ഡിഗ്രി ടെമ്പറേച്ചറിൽ 20 മിനിറ്റ്സിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 14 മിനിറ്റ്സൊക്കെ ആയപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കളറൊക്കെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ആയിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ ജസ്റ്റ് ഞാനൊന്ന് തിരിച്ചു വെച്ച് കൊടുത്ത് ഒരു 4 മിനിറ്റ്സോളം പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയിട്ട് സമോസ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓയിലിൽ ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റി ആണെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും നമുക്ക് ഓയിൽ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റിയൊരു നല്ല ഓപ്ഷനാണ് ഇങ്ങനെ എയർ ഫ്രയറിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാനും അതോടൊപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.